ഗായ്സ് നമ്മളെ വീട്ടിൽ വെള്ളപ്പൊക്കം വരണേ പാടത്തുനിന്ന് എല്ലാം പോയി എന്നൊക്കെ തിങ്ങി കുത്തി വെച്ച് വരുന്നുണ്ട്. മിക്കവാറും വെള്ളം എല്ലാവർക്കും കുറെ ആൾക്കാർ നമ്മളോട് വെള്ളം മഴ കയറി കയറി അങ്ങോട്ട് എത്തിക്കണു. നമ്മളെ തിരുമ്പങ്കല്ല് ഇങ്ങനെ എത്തുമ്പോൾ ഇതാണ് ഇത്രയും കൂടി കുറച്ചും കൂടിയാണ് വെള്ളം ഇങ്ങനെ കൂടി കൂടി വരും. ഓടുന്ന് വരണോ എന്താണ് വന്ന് പോയതേനി. ഇന്ന് പിന്നെ ഒരു വെള്ളപ്പൊക്കം തന്നെ വന്ന് ഇപ്പടുത്ത് വന്നിട്ടല്ല അപ്പത്തി വന്ന് കഴിച്ചു. അല്ല ഗൈസ് ഞങ്ങള് പൊട്ടു ഗൈസ്. അടുത്തൊരു വെള്ളപ്പൊക്കം വന്ന് എന്താണ് ഇപ്പഴ് വന്ന് പോയിട്ടുള്ളു, കുറച്ച് ദിവസമൊക്കെ ആയിട്ടുള്ളു. അപ്പത്തി പിന്നെയും വന്ന് പെരുവെള്ളപ്പൊക്കാന്ന് കേക്കുണ്ട്. എത്ര ചെയ്യാനൊന്നും അറിയില്ല. അതന്നെ വെയിട്ടില്ല. ഞങ്ങളെ പേരന്റെ ചുറ്റോടിറ്റും ഫുള്ള് പേരന് കൊക്കി കഥാ കൊക്കിയിരിക്കണു. നമ്മളെ വീട്ടിലേക്ക് 2 കല്ലിന്റെ ഐറ്റും കൂടി ആയാല് നമ്മളെ കരിയിൽ എന്ത് വന്നിക്കണേ? വെള്ളപ്പൊക്കം വന്നിക്കണാ. അപ്പൊ നമ്മളെവിടക്ക് പോണേ? നമ്മള് കോഴിക്കോട്ട് പോകേ? നമ്മള് വീട് വിട്ട് പോവാണ്. നമ്മള് വെള്ളപ്പൊക്കം വന്നില്ലേ നമ്മളെ വീട്ടില്? ഇങ്ങനത്തെ കാട്ടാ വേറെ വരിക്കുവല്ലോ നമുക്ക്. നമ്മളെ കേറ്റുവോ അവിടേക്കെങ്കിലോ? എന്നായിക്കോട്ടെ. ഇനിയിപ്പോ കുറച്ചും കൂടി കേറാനുള്ളൂല്ലേ? ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് കൂടി കയറാണ്ട്. വെള്ളം ഇതാണ് കേസ്. നമ്മളെ വീടാണ് ആ കാണുന്നത്. വീടിൻ്റെ ചുറ്റോടിറ്റും വരുന്ന് നേരെ മേലക്കൊക്കെ എത്തി വെള്ളം കേട്ടോ. വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ പോകുന്നതാണ്. അതാണ് വീടിൻ്റെ ഒരു ഭാഗത്ത് ഔത്തയക്കണം. ജനലിൻ്റെ ഒരു ഭാഗത്തിൻ്റെ അത്ര വെള്ളമായിക്കണം. പിന്നെ ഇനിയിപ്പം ഈ ഇറങ്ങിയതിൻ്റെ ശേഷമുള്ളതാണ്. ഇവിടെ നിന്നാണ്ട് ഇറങ്ങി വെള്ളം കുറച്ച് ഇറങ്ങി പോയതിൻ്റെ ശേഷം വീട്ടിലേക്ക് ക്ലീനാക്കാൻ വന്നതാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല വെള്ളം. ഇനി 2 ദിവസം വെള്ളം നിന്ന് ഇപ്പം ഇങ്ങനെ നന്നായിട്ട് പുല്ലൊക്കെ ചീഞ്ഞ് മാറി വെള്ളം ഇറങ്ങിയതിൻ്റെ ശേഷം ഏർപ്പായിരുന്നു. നമ്മളെ വീടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ അത്. ഇനിയുണ്ട് കുറച്ചുകൂടി വെള്ളം ഇറങ്ങാനും. വീട്ടിൽ നിന്ന് കുറച്ചും കൂടി ഒരു 8 ഇഞ്ചും കൂടി ഇറങ്ങിയാലേ വീട്ടിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ക്ലീനാക്കാൻ. വീട്ടിൻ്റെ അവസ്ഥയാണ്. ഇവിടെ കിണറൊക്കെ കുറച്ച് മൂടി നമ്മളെ കിണറൊക്കെ. ഇതാണ് അവസ്ഥ. നല്ല വെള്ളത്തേക്ക് ഇറങ്ങി ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? പാമ്പുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ജനലിൻ്റെ പകുതിയോളം ജനലിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഒരു പകുതി ഭാഗത്തോളം വെള്ളം വന്നാണ്. ആ ചണ്ടിയാണ് നിൽക്കണേ. ആ ചുമരുമ്പോൾ ആ അളവിൽ വന്നിങ്ങനെ വെള്ളം. നേരെ നമ്മളത് സിറ്റൗട്ട് എല്ലാം വെള്ളത്തേക്ക് ഇറങ്ങി എല്ലാം വന്ന് നോക്കിയതാണ് അങ്ങോട്ട്. ഇതൊക്കെ ക്ലീൻ ആക്കാണ്ട് നമ്മളെ മുന്തിരിമരമാണത്. പൊളി മുന്തിരിമരം.
ഇതിലൊരു മീൻ കുടുങ്ങി. ഞാൻ മീൻ എടുക്കാൻ മറന്ന്, വീഡിയോ എടുക്കാൻ മറന്നു. വല ചണ്ടി കയറണ്ട വെച്ചിട്ട് ചണ്ടി കയറണ്ട വെച്ചിട്ട് വല ഇട്ടതേന്. അതിലൊരു മീൻ കുടുങ്ങിയാണ് കേസ്. ഞാനുള്ള സിറ്റൗട്ടിൽ കയറി. മീറ്റർ ബോർഡൊന്നും നനഞ്ഞിട്ടില്ല. വെള്ളം കഴിഞ്ഞ് നമ്മളെ ചണ്ടികളൊക്കെ പോക്കാനുള്ള അതിൽ തുറന്ന് കേസ്. അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളാട്ടാ. 8 ഇഞ്ച് വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നായിട്ട് ഈ അരപ്പായി താറുമാറായി കിടക്കണേ. അല്ല അതിൻ്റെ അകത്തൊക്കെ കട്ടിലൊക്കെ കെട്ടിയിട്ടേന്. അല്ലെങ്കിൽ പാഞ്ഞ് കളിച്ചോ. വെള്ളത്തിൽ പാഞ്ഞ് കളിച്ചിട്ടുണ്ടെങ്കിൽ ചുമരുമ്പോൾ അവിടെ പോയി മുട്ടി, ഇവിടെ മുട്ടി ഒന്നായിട്ട് വീട്ടിൻ്റെ പ്രശ്നമാണ്. അടുക്കള ഭാഗമാണത്. ലൈൻമാൻ വന്നാണ് ഇത് കണക്ഷൻ ഒഴിവാക്കി. ക്ലീൻ ആക്കിയതിന് ശേഷം ക്ലീൻ ആക്കണം. വീട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോയി. നേരെ റൂമുകളൊക്കെ ക്ലീൻ ആക്കാണ്ട്. ഈ റൂം ഓൾറെഡി ക്ലീൻ ആക്കി വെച്ച്. യെസ്, ഇനി അടുത്ത നെക്സ്റ്റ് റൂം, എല്ലാ റൂമും അങ്ങനെ ക്ലീൻ ആക്കി. ഇവിടെ നമ്മൾ ഈ റൂമും ക്ലീൻ ആക്കിയിരുന്നു. നല്ല മഴ കൊണ്ട് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. അതോടൊക്കെ ബൈ.